ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബോസുണ്ട്. ആ ബോസിന് ഒരു വണ്ടി വേണമെന്നും പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ വണ്ടി. ബ്രോങ്കോ 2 ഡോർ വണ്ടിയാണ്, 3 ഡോർ വണ്ടിയാണ്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ പണിയിച്ചിറക്കണം. ഫുള്ളി അലോയി ഇതൊക്കെ മാറ്റി ഇറക്കണം. വണ്ടിയാണ് ഫുള്ളി ചതങ്ങി കിടക്കുക. ഇതെടുത്ത് ഓണർ എന്ന് വെച്ചാൽ ഒരു പൊട്ടനാളുണ്ടാകുന്നത്. എവിടെയോ കൊണ്ട് നല്ലോണം കയറ്റിയിട്ടുണ്ട്. എന്തായാലും വണ്ടി കിടക്കുന്നുണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കിതാ അടുത്തൊരു സർവീസ് സെൻറ്റർ ഉണ്ട്. ഇത് ബ്രോങ്കോൻ്റെ ഒന്നല്ല, ബ്രോങ്കോൻ്റെ സർവീസ് സെൻറ്റർ ഡെസേർട്ടിലാണ് വരുന്നത്. ചിലപ്പോൾ ഡെസേർട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതാ താത്തുണ്ട്. നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺ കൊടുത്തിട്ടുണ്ട്. ബ്രോങ്കോ ശരിക്കും ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. ഇവിടെ ഈ മാപ്പിൽ കൊണ്ടുവന്നപ്പോൾ എവിടെയോ കൊണ്ട് ഇടിച്ച് വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ചതാണെന്ന് പറഞ്ഞത്. ഇനി അയാൾക്ക് ഈ വണ്ടി ഇട്ടിട്ട് കാര്യമില്ല, അയാൾ പുതിയ ബ്രോങ്കോ വാങ്ങിയെന്നാണ് പറഞ്ഞത്. എന്നെയൊക്കെ എന്തിനാ ഇവർ ഇത്ര നശിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ചെറുതായതുകൊണ്ട് കൊണ്ടിട്ട. അയ്യോ, ഡോർ ഈസ് അൺലോക്ക്ഡ്. അത് തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ നല്ല അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. കുറച്ച് സൈഡിലേക്ക് ആക്കി കൊടുത്തേക്കാം. ആക്കാൻ പറ്റുമോ? കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കാം. അയ്യോ, ഇനി നമുക്ക് ഇറങ്ങണ്ട, വണ്ടി പൊന്തണം. നമുക്ക് എൻജിനൊക്കെ തുറന്നു കൊടുത്തേക്കാം. നമുക്ക് ഇതിവിടെ വെക്കാം. നമ്മൾ ഇതിൻ്റെ ഓണറിനോട് പോയി സംസാരിച്ചിട്ട് വരാം. അപ്പോൾ സംസാരിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ വണ്ടീൻ്റെ പാർട്സും ഇവിടെ ഒന്നും കിട്ടത്തില്ല, ഡെസേർട്ടിലേ ഉള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണം, എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം വണ്ടി. അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് നിങ്ങൾ ഈ വണ്ടി കൊണ്ടുവിടാം. ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഈ വണ്ടി എടുത്ത് പോവാം. എന്നിട്ട് അവിടെ ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകും വണ്ടി, നമ്മളെ വണ്ടി. എവിടെയാണെന്ന് നമുക്ക് നോക്കട്ടെ. ഈ ഒരു ഭാഗത്തായിട്ടാണ് അയാൾ പറഞ്ഞത്. അങ്ങോട്ട് വിട്ടേക്കാം. എന്തായാലും വണ്ടി തവിട് പൊടിയുണ്ട്, പക്ഷെ പവറിൻ്റെ കാര്യത്ത് വണ്ടി കിട്ടുക. ബ്രേക്ക് പിടിച്ച്. ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് വീഡിയോ ഒന്നും പറയാനും പറ്റത്തില്ല. നമ്മൾ പിന്നെ അത് സെറ്റിൽമെൻറ്റ് അതിൽ നമുക്കിപ്പോൾ വണ്ടി കൊടുക്കണ്ട. വണ്ടി എന്തായാലും ഒരു ഓഫ് റോഡ് വണ്ടി. വെറുതെ വണ്ടി ഒന്ന് ഓഫ് റോഡ് ചെയ്താലോ. വണ്ടി കയറാൻ എന്തായാലും എനിക്ക് പറ്റത്തില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും വീഡിയോ കുറച്ച് ലെങ്ത് ആവില്ല, എന്നാലും നമുക്കൊരു 6 മിനിറ്റിൻ്റെ വീഡിയോ മാക്സിമം എന്തായാലും വേണം. അതുകൊണ്ട് നമുക്കൊരു ഓഫ് റോഡ് പോവാം. പിന്നെ നമ്മളെ മറ്റേ ക്യാരവാൻ്റെ വീഡിയോ 100 views ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാ വീഡിയോ എൻ്റെ കണ്ട് തീർക്കണം. എന്നുവെച്ചാൽ ഒരു 1K views എങ്കിലും എനിക്ക് കിട്ടണം ഒരു വീഡിയോന്. എന്നാലേ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് ഇത് പറയുകയല്ലേ. 100 സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ എനിക്ക്, 100 വ്യൂവേഴ്സ് അല്ലേ. വണ്ടി ഇടിച്ച് ബ്രോങ്കോ ഒന്ന് തട്ടിയതുള്ളൂ, കല്ലൊക്കെ പറന്നടിച്ചു പോയി. കൂടുതൽ വണ്ടി ഓടിച്ചാൽ ചളിയാവും. പിന്നെ അതിൻ്റെ പൈസ എക്സ്ട്രാ കൊടുക്കണം. എനിക്ക് ഒന്നും വയ്യ. സീന് പാർട്ട് 2 പാർട്ട് 1 അങ്ങനെ കുറേ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്യുന്ന പാർട്ട് 1 ആണ്. അയ്യോ, വണ്ടിയുടെ എൻജിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഈ അവിടെ നിന്നാൽ മതി. നമുക്ക് ഷോ അടിച്ചാലോ റോഡ്. ഞാൻ പുഷപ്പ് എടുക്കാൻ പോവാ. അയ്യോ, വണ്ടി പോണി. വണ്ടിയെ ബ്രേക്ക് ഇട്. വണ്ടി പാർക്കിങ്ങിൽ ഇട്ട് വണ്ടി ഞാൻ നോക്കി. ബസ്സിന് നേരെ നമുക്ക് ഇവിടെ സർവീസ് സെൻറ്റർ. അയ്യോ, അയാൾ പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ അല്ല. നമുക്ക് ഷോറൂമിൽ കൊണ്ടു കൊടുക്കണം. ഇത് ശരിക്കും BMW ഷോറൂമാണ്. എന്നിട്ട് നമ്മൾ BMW ബ്രോങ്കോൻ്റെ ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്ന സർവീസുകാർ പറഞ്ഞു. നമുക്ക് പൈസ കൊടുക്കണം എന്തായാലും നല്ല പൈസ ഉണ്ടാവും. ബ്രോങ്കോ ആയതുകൊണ്ട്, പിന്നെ അത് ഓഫ് റോഡ് വണ്ടി കൂടി ആയല്ലോ. അപ്പം നമ്മൾ ഇതിലൊരു കളർ തീം എന്ന് വെച്ചാൽ നമ്മൾ ആക്കുന്നത്, നിങ്ങൾ പറയും കമൻറ്റിൽ പറ ഒരു കളറ്.
അത് നമ്മൾക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. റെഡ് നിങ്ങൾ പറയുന്ന കളർ സ്മോക്ക് ആക്കാം. പിന്നെ അലോയി വണ്ടിയുടെ കളർ ഫുള്ള് വണ്ടി മോഡിഫൈ ചെയ്തൊക്കെ നമുക്ക് കളറാക്കാം. ഓ എൻ്റെ മോനെ BMW കാരപ്പം ഇയാളിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഏകദേശം ഇപ്പോൾ 5 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ മതി. നേരെ അയാളെ ഷോറൂം ഗൈസ്, BMൻ്റെ ഷോറൂം എത്തിയിരിക്കുകയാണ്. ഇനി ഇൻഡിക്കേറ്റർ ഇട്ട് വളയ്ക്കാം. BMൻ്റെ ഷോറൂമിലേക്ക് ഒരു ബ്രോങ്കോ കയറി വരുന്നു. എന്തൊരൈശ്വര്യം, എന്തൊരൈശ്വര്യം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കൈമാറുകയാണ്. ഇനി ഈ വണ്ടി എൻ്റെ കയ്യിലല്ല, ഇവരെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് തന്നെ തരുമോ? എല്ലാം നമ്മൾ പിടിച്ചിടിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്. നമ്മൾ കുറേ പ്രാവശ്യം പറയുന്നത്, നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.